സർക്കാരിനും ബി.ജെ.പിക്കും അതിരൂക്ഷ വിമർശനവുമായി ഇന്ത്യ മുന്നണി നേതാക്കൾ ഒരേ വേദിയിൽ. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ഉപകരണമാക്കുന്നുവെന്ന് ആരോപിച്ച് ഡൽഹിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധം പ്രതിപക്ഷ സഖ്യത്തിന്റെ ശക്തിപ്രകടനമായി. 400 സീറ്റുകൾക്ക് വേണ്ടി ബി.ജെ.പി കോർപ്പറേറ്റുകളുമായി ഒത്തുകളിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ബി.ജെ.പി ഒരു വട്ടം കൂടി അധികാരത്തിലെത്തിയാൽ രാജ്യത്ത് തീ പടരും. ഇത് ഭാരതത്തെ രക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ये चुनाव कोई मामूली चुनाव नहीं है। ये चुनाव हिंदुस्तान को बचाने का, संविधान को बचाने का और जो गरीबों का हक है, किसानों का हक है, पिछड़े वर्गों का, दलितों का, आदिवासियों का, गरीब जनरल कास्ट के लोगों का हक है, उसको बचाने का हक, उसको बचाने का चुनाव है. ഇഡി കസ്റ്റഡിയിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ സന്ദേശം ഭാര്യ സുനിത കെജ്രിവാൾ വേദിയിൽ വായിച്ചു. വോട്ട് തരണമെന്നല്ല, പുതിയ ഭാരതത്തെ നിർമ്മിക്കണമെന്നാണ് താൻ ആവശ്യപ്പെടുന്നതെന്ന് കെജ്രിവാൾ. आपके केजरीवाल शेर है, शेर. ये ज्यादा दिन तक उनको जेल में नहीं रख पाएंगे. करोड़ों लोगों के दिल में बसते हैं केजरीवाल. भारत में ये तानाशाही नहीं चलेगी. हम लड़ेंगे, जीतेंगे. इंडिया अलायंस के लोगों का भी, साथियों का तहे दिल से धन्यवाद करती हूं कि इस घड़ी में आप सब हमारे साथ खड़े हैं. സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖർഗെ, ഫറൂഖ് അബ്ദുള്ള, മെഹബൂബ മുഫ്തി, ശരത് പവാർ, സീതാറാം യെച്ചൂരി, അഖിലേഷ് യാദവ് തുടങ്ങി മുഴുവൻ ഘടകകക്ഷികളുടെയും നേതാക്കൾ അണിനിരന്നു. ബൽറാം നെടുങ്ങാടിയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ബൽറാം, ആദ്യമായിട്ടാണ് 28 പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ ഒരേ വേദിയിൽ എത്തുന്നത്. എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ശക്തി പ്രകടനം തന്നെയാണ് ഇന്ന് നമ്മൾ കണ്ടത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ സഖ്യം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം 28 പ്രധാന നേതാക്കളെയും അണിനിരത്തിക്കൊണ്ട് ഒരു പൊതുപരിപാടി, ഒരു രാഷ്ട്രീയ പരിപാടി സംഘടിപ്പിക്കുന്നത് ആദ്യമാണ്. അത് ഡൽഹി രാംലീല മൈതാനം തന്നെ ആ ഒരു പരിപാടിക്ക് വേദിയായി എന്നുള്ളതും ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. പ്രധാനമായും കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനാധിപത്യ സംരക്ഷണം എന്നത് പ്രധാന മുദ്രാവാക്യമാക്കിക്കൊണ്ടാണ് ഈ റാലി രാംലീല മൈതാനത്ത് വിളിച്ചു ചേർത്തത്. റാലിയിൽ പങ്കെടുത്ത് സംസാരിച്ച നേതാക്കൾ ഓരോരുത്തരും തന്നെ ഉപയോഗിച്ച വാക്കുകൾ അത് കൃത്യമായും തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു രാഷ്ട്രീയ സന്ദേശം തന്നെയാണ് എല്ലാ നേതാക്കളും മുന്നോട്ട് വെച്ചത്. കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ മല്ലികാർജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർ മുതൽ നിരവധി നേതാക്കൾ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടിയുടെ നേതൃനിര മുഴുവനായും തന്നെ ഡൽഹിയിലെയും പഞ്ചാബിലെയും നേതൃനിര മുഴുവനായും തന്നെ ഈ വേദിയിലെത്തി. ഇതുകൂടാതെ ഇടതു പാർട്ടികളുടെ പ്രതിനിധികൾ അടക്കമുള്ള നിരവധി നേതാക്കൾ ഇവിടെ എത്തി. വേദിയിൽ കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ കഴിഞ്ഞ ദിവസം സന്ദർശിച്ച സുനിത കെജ്രിവാളിന് കൈമാറിയ സന്ദേശം ഈ വേദിയിൽ അവതരിപ്പിച്ചു. പ്രധാനമായും വൈകാരികമായ ഒരു സന്ദേശം തന്നെയാണ് കെജ്രിവാൾ ജനങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചത്. ഇത് വെറും ഒരു തിരഞ്ഞെടുപ്പല്ല എന്നും ഇന്ത്യയെ രക്ഷിക്കാനുള്ള ഒരു അവസരമാണ് ഈ തിരഞ്ഞെടുപ്പ് എന്നുമാണ് കെജ്രിവാൾ വ്യക്തമാക്കിയത്. ഭാരത മാതാവ് നിലവിലെ ഭരണത്തിൽ വ്യവസ്ഥിതിയിൽ ദുഃഖിതയാണ്. അത് മാറ്റാനുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങളടക്കം കെജ്രിവാളിന്റെ സന്ദേശത്തിൽ ഉൾപ്പെട്ടിരുന്നു. രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും 24 മണിക്കൂറും വൈദ്യുതി, പാവപ്പെട്ടവർക്ക് സൗജന്യ വൈദ്യുതി, വിദ്യാഭ്യാസം സാർവത്രികമായി സൗജന്യവും നിലവാരമുള്ളതുമാക്കും തുടങ്ങിയ വലിയൊരു സന്ദേശമാണ്, വാഗ്ദാനമാണ് കെജ്രിവാളിന്റെ ഗ്യാരണ്ടി എന്ന പേരിൽ സുനിത കെജ്രിവാൾ ഈ വേദിയിൽ അവതരിപ്പിച്ചത്. ഒപ്പം പ്രിയങ്ക ഗാന്ധി കൃത്യമായ താക്കീത് കേന്ദ്ര സർക്കാരിന് മുന്നിൽ വച്ചിരിക്കുന്നു. ഈ റാലിയിൽ രാംലീല മൈതാനം
ഡൽഹിയിൽ ദസറ ദിനത്തിൽ രാവണ ദഹനത്തിന് ഉപയോഗിക്കുന്ന മൈതാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ പ്രിയങ്ക ഗാന്ധി കേന്ദ്ര സർക്കാരിന് മുന്നിൽ കെജ്രിവാളിനെയും സോറിനെയും തുറന്നുവിടണം എന്നതടക്കമുള്ള കൃത്യമായ സന്ദേശങ്ങൾ നൽകി. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും കൂടാതെ ഈ കേന്ദ്ര സർക്കാരിന്റെ നടപടികളിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം അടക്കമുള്ള ഉപാധികളാണ് പ്രിയങ്ക ഗാന്ധി മുന്നോട്ട് വെച്ചത്. ഒപ്പം വേദിയിൽ സംസാരിച്ച രാഹുൽ ഗാന്ധിയാകട്ടെ ഒരു ഒത്തുകളിയാണ് ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്നത് എന്നും തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ പണം പിടിച്ചെടുക്കാനും നേതാക്കളെ ജയിലിലടയ്ക്കാനുമുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പോലും BJPയും നരേന്ദ്രമോദിയും ആഗ്രഹിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ വേദിയിൽ സംസാരിച്ചത്. പ്രതിപക്ഷ പാർട്ടികളുടെ അണികളെ പൂർണ്ണമായും ആവേശത്തിലാക്കാൻ ഈ വേദിയിൽ നടന്ന പൊതു മഹാറാലിക്ക് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ ഒപ്പം തന്നെ ഈ 22,000-ഓളം പേരെ പങ്കെടുപ്പിക്കുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിൽ അതിന്റെ ഇരട്ടിയോളം പേർ വേദിക്ക് അകത്തേക്കെത്തി. നിരവധി പേർ, ഏതാണ്ട് അത്ര തന്നെ പേർ ഈ വേദിക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ ഈ രാംലീല മൈതാന് ചുറ്റുമായി തന്നെ ഈ പ്രസംഗം കേൾക്കാൻ നിരന്നിരുന്നു. സമീപകാലത്ത് പ്രതിപക്ഷ ഐക്യനിരയുടെ ഇത്രയും വലിയ ഒരു പരിപാടി ആദ്യമായി തന്നെയാണ് സംഘടിപ്പിക്കുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. കൃത്യമായ ശരി, രാംലീല മൈതാനിയിൽ പ്രതിപക്ഷ സഖ്യത്തിന്റെ ശക്തി പ്രകടനം തന്നെയാണ് ഇന്ന് കണ്ടത്. ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.